ഞാൻ ഡോക്ടർ അബൂബക്കർ സീഷാൻ, ഫിസിഷ്യൻ, ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റൽ, കൽപ്പറ്റ, വയനാട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്തായാലും നോമ്പൊക്കെ വരികയാണല്ലോ. അപ്പോൾ റംസാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ രോഗികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്. നമ്മളെല്ലാവരും ഈ നോമ്പ് കാലത്ത് 30 ദിവസം ഇല്ല 29 ദിവസം നോമ്പെടുക്കും. അത് അടുപ്പിച്ചുള്ള എടുക്കുന്ന പ്രോസസ്സാണ്. അല്ലാത്ത സമയത്തും ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കുന്ന ആളുകളുണ്ടാവും. നോമ്പെടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ രോഗികൾ ചെയ്യേണ്ട കാര്യം, അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അടുത്ത് പോവുക. 2-3 ദിവസം മുന്നേ പോയി ബ്ലഡൊക്കെ ചെക്കപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അവരോട് ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, യൂറിക് ആസിഡ്, കിഡ്നി പ്രോബ്ലംസ്, ലിവർ പ്രോബ്ലംസ്, ഹാർട്ട് പ്രോബ്ലംസ്, പിന്നെ അപസ്മാരം എന്നൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അതിനൊക്കെ കഴിക്കുന്ന ഗുളികകളുണ്ടോ, അവരുടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഡോക്ടർ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ നോമ്പെടുത്താൽ മതി. അല്ലാത്തവർക്ക് മുദ്ദ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടാകും. നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ആരോഗ്യമില്ലാത്തവർ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. നോമ്പെടുക്കാനുള്ള ആരോഗ്യം ചിലർക്ക് ഡൗട്ടായിരിക്കും. ചിലർ വിചാരിക്കും എടുക്കാം എടുക്കാതിരിക്കും. അവർ ആദ്യം കുറച്ച് ദിവസം സാമ്പിളായിട്ട് നോമ്പ് എടുത്തു നോക്കുക. നോമ്പ് തുടങ്ങണേക്കാളും മുമ്പ് സുന്നത്ത് നോമ്പ് കുറച്ച് എടുത്ത് നോക്കുക. എന്നിട്ട് അവർക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഫർള് നോമ്പ് കണ്ടിന്യൂ ചെയ്യുക. നോമ്പ് സാധാരണ എടുക്കണ പോലെ എടുക്കുക. ഇനി നോമ്പെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുലർച്ചയ്ക്ക് സമയത്തിന് എണീക്കുന്നില്ല. പുലർച്ചയ്ക്കാണ് നമ്മൾ സുഹൂർ കഴിക്കേണ്ട സമയം. അപ്പോൾ നമ്മൾ സുബൈക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ആഹാരം കഴിക്കണം, വയറ് നിറച്ച് കഴിക്കണം. അതെന്ത് കഴിക്കണം എന്നുള്ളതാണ്. എല്ലാവരും ആ സമയത്ത് കുറേ ചോറും നല്ല മീൻകറിയും നല്ല ബൾക്കായിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും. ഇന്ന് ഫുൾ ഡേ എനിക്ക് പിടിച്ച് നിൽക്കേണ്ടതാണല്ലോ. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും ഒരു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിച്ച ആഹാരമൊക്കെ ഡൈജസ്റ്റായി പോകും. എന്നാൽ 6 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ശരീരത്തിൽ ഓട്ടോഫേജി എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ നടക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ചീത്ത സെൽസിനെയൊക്കെ നമ്മുടെ ബോഡി തന്നെ ക്ലിയർ ഔട്ട് ചെയ്യും. അപ്പോൾ ഓട്ടോഫേജി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് ഫാസ്റ്റ് ചെയ്ത് 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ബോഡിയിൽ ഈ ക്ലീനിങ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഈ ഒരു ആദ്യത്തെ 6 മണിക്കൂർ പിടിച്ച് നിൽക്കാനുള്ള ഫുഡ് എത്രയൊക്കെ കഴിച്ചാലും അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ കണ്ടൻറ്റ് കഴിക്കുന്ന സാധനങ്ങൾ, ഓട്സ്, ഈത്തപ്പഴം, കുറച്ച് മുട്ട പുഴുങ്ങിയത് ഒക്കെ പ്രോട്ടീനാണ്. ഇല്ല ചിക്കൻ, ബോയിൽ ചെയ്ത ചിക്കൻ. പക്ഷേ സ്പൈസ് പാടില്ല, ഫ്രൈഡ് ആവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു എഗ്ഗും ഒരു എന്താ പറയുക കുറച്ച് ഓട്സ് കാച്ചിയതും 2 ഡേറ്റ്സും പിന്നെ 2-3 ഗ്ലാസ് വെള്ളം, ഒരു 750 ml വെള്ളമെങ്കിലും നമുക്ക് രാവിലെ കുടിച്ചെടുക്കാൻ പറ്റണം. 1 ലിറ്റർ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത്രയും ഫ്ലൂയിഡ് നമ്മൾ രാവിലെ ബോഡിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ജലാംശം കുറയും. അങ്ങനെ നമ്മൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾക്ക് പെട്ടെന്ന് വിയർപ്പ് വരുന്നു, നെഞ്ചിടിപ്പ് വരുന്നു, കിതപ്പ് വരുന്നു, തളർച്ച വരുന്നു. എങ്ങനെയുണ്ടെങ്കിൽ ഉടനടി അയാൾ ഷുഗർ കുത്തി നോക്കുക. ഷുഗർ ഉള്ള പേഷ്യൻ്റാണ് ഷുഗർ കുത്തി നോക്കുക. എന്നിട്ട് ഷുഗർ കുറവാണെങ്കിൽ നോമ്പ് മുറിച്ചോളുക. എന്തെങ്കിലും ആഹാരം കഴിച്ച് നോമ്പ് മുറിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ നോറ്റ് വീട്ടാം. അന്ന് പിന്നെ നോമ്പ് മുറിച്ച് വേഗം. കാരണം ഈ ഒരു ഹൈപ്പോഗ്ലൈസീമിയ ആണെന്ന് രോഗി മനസ്സിലായി, ഷുഗർ കുറഞ്ഞ അവസ്ഥയാണ് മനസ്സിലായി, വീണ്ടും നോമ്പ് തുടരാൻ പോകുന്നത് അപകടകരമാണ്, വളരെ ഡേഞ്ചറസ് ആണ്. പേഷ്യൻ്റ് കോമയിൽ പോവും. അതുകൊണ്ട് ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഷുഗർ കഴിക്കണം. അതിനുശേഷം നമ്മൾ നോമ്പ് തുറക്കാറായി, ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, നോമ്പ് തുറക്കാറാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഡെയിലി ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണ്, നല്ല ഹെവി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ടൊരു 1/2 മണിക്കൂർ ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്യാം. കുറച്ച് നടക്കാം. 25 കിലോ വെയിറ്റ് ഇട്ട് മസിൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 15 കിലോ ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ 10 കിലോ വെയിറ്റ് ഇട്ടിട്ട് ചെയ്യുക ജിമ്മിൽ. അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഓടുന്ന ആൾക്കാരാണെങ്കിൽ 2-3 കിലോമീറ്റർ ആയിട്ട് ചുരുക്കുക. എന്തായാലും അവർ ചെയ്യുന്ന എക്സസൈസിൻ്റെ ഹാഫ് ഇൻറ്റൻസിറ്റിയിലെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിർത്തരുത്. പിന്നെ നോമ്പുകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, കുറേ നല്ല ശീലങ്ങൾ കൊണ്ടുവരാനും അതേസമയം കുറേ ദുശ്ശീലങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്ന സമയമാണ് നോമ്പുകാലം. ഉദാഹരണത്തിന് ഗുട്ക, പാൻപരാഗ്, തമ്പാക്ക്, മദ്യം, ഡ്രഗ്സ്, പുകവലി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വർജിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ നോമ്പ് കാലത്തിൽ. വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മളൊരു ആത്മീയ ചൈതന്യം കൈവരിക്കുന്നതിന് കൂടെ തന്നെ നമുക്കൊരു ശരീരത്തിന് ഒരു ഓജസ്സും തേജസ്സും കിട്ടും.
അതിന് നമുക്ക് ഒന്ന് ബാഡ് ഹാബിറ്റ്സ്, ദുശ്ശീലങ്ങളെ നമ്മൾ നിർത്തുകയും നല്ല ശീലങ്ങളെ നമ്മൾ വളർത്തി കൊണ്ടുവരാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ദുശ്ശീലങ്ങളിപ്പോൾ എൻ്റെ സ്വഭാവത്തിലുള്ള ദുശ്ശീലങ്ങളുടെ സ്വഭാവം, അസൂയ, അഹങ്കാരം, കുശുമ്പ്, ഏഷണി, കുനുട്ട്, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എൻ്റെ ഉള്ളിലുള്ള തോട്ട്സിനെ ഞാൻ ഈ സമയത്ത് സപ്രസ് ചെയ്യുകയും എൻ്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യുകയും, അതുപോലെ തന്നെ ശരീരത്തിന് ബാഡായിട്ടുള്ള, അത് സോളിന് ബാഡായിട്ടുള്ള, ആത്മാവിന് ബാഡായിട്ടുള്ള കാര്യങ്ങളാണ്. ശരീരത്തിന് ബാഡായിട്ടുള്ള മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, കഞ്ചാവ്, ഡ്രഗ്സ്, ചൂതാട്ടം എന്നിങ്ങനെയുള്ള എൻ്റെ ശരീരത്തിനും ഫൈനാൻസിനും ബാഡായിട്ടുള്ള, സമ്പത്തിനും കൂടി ബാധിക്കുന്ന പ്രശ്നമുള്ളതൊക്കെ, അതെല്ലാം ഞാൻ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഇത് എന്നീ സമയത്ത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാറായി. നോമ്പ് തുറക്കാറാവുമ്പോൾ ഏകദേശം ഒരു 6:30-യും 6:45-ൻ്റെ ഇടയിലാണ് ഇപ്പോഴത്തെ ഒരു സമയം. മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഫ്താറിൻ്റെ സമയമായി. അപ്പോൾ ഇഫ്താറിൻ്റെ സമയമാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ നോമ്പ് തുറക്കുകയാണെങ്കിൽ നമ്മളൊരു കാരക്ക ഉപയോഗിക്കാം. പ്രമേഹ രോഗികളാണെങ്കിൽ കാരക്ക ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ഈത്തപ്പഴം ഉപയോഗിക്കാം. കാരക്ക 1-2 മതി. പിന്നെ പ്രധാനമായിട്ട് കുടിക്കേണ്ടത് വീണ്ടും വെള്ളമാണ്. അതെ, അപ്പം നമ്മൾ ജ്യൂസ് കുടിക്കേണ്ട, ചായ കുടിക്കേണ്ട, കാപ്പി കുടിക്കേണ്ട, വെള്ളം കുടിക്കുക. നോർമൽ സാധാരണ തിളപ്പിച്ചാറിയ വെള്ളം, ഒന്നും അതിൽ മിക്സ് ചെയ്യണമെന്നില്ല, ധാരാളമായിട്ട് വെള്ളം കുടിക്കാം. വെള്ളം ഒരു 2-3 ഗ്ലാസ് വരെ വെള്ളം അപ്പോൾ കുടിക്കുക. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിച്ചോളൂ. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ കട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. അതായത് ജ്യൂസ് അടിക്കണമെന്നില്ല, ജ്യൂസ് അടിക്കണേക്കാളും നല്ല ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കുക. കാരണം അതിനകത്ത് ഫൈബർ ഉണ്ടാവും. നമ്മൾ അരിച്ച് കഴിയുമ്പോൾ അതിലുള്ള അതിൻ്റെ ഫൈബർ കണ്ടൻറ്റൊക്കെ പോവും. അപ്പോൾ പഞ്ചസാരയും ചേർക്കും. അപ്പോൾ പഞ്ചസാര ചേർക്കാതെ ഫ്രഷ് ആയിട്ടുള്ള ബത്തക്ക ആയാലും മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിൾ, മുസമ്പി എന്ന് വേണ്ട സാധാരണ ഫ്രൂട്ട്സ്, ഈ കാലാവസ്ഥയിൽ അവൈലബിളായിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ അരിഞ്ഞ് തിന്നുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് ഫ്രൂട്ട്സ് കഴിച്ചു, വെള്ളം കുടിച്ചു, കാരക്ക തിന്നു, ഇല്ലേ ഈത്തപ്പഴം കഴിച്ചു. അതിനുശേഷം മഗ്രിബ് നിസ്കാരമാണല്ലോ. അപ്പോൾ പിന്നെ നിസ്കരിച്ച് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വീണ്ടും നമ്മുടെ എണ്ണക്കടി നമ്മളെ പ്രലോഭിപ്പിക്കും. ഉഴുന്നുവട, പരിപ്പുവട, അല്ലെങ്കിൽ ഉന്നക്കായി, കായ്പോള, ഇറച്ചിപ്പത്തൽ, സമൂസ, കട്ട്ലറ്റ്, ബജി, ഉള്ളിവട, കൊക്കുവട, പക്കുവട, പല ഐറ്റംസും ഉണ്ടാവും. എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചെടുത്ത ഒരു 16 ഐറ്റംസ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ മിനിമം 2 ഐറ്റംസെങ്കിലും നമ്മൾ ഉണ്ടാക്കും. നമ്മളത് തിന്നരുത്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ ഒരു കൾച്ചർ നമ്മൾ ഒഴിവാക്കണം. എണ്ണയിൽ മുക്കി പൊരിച്ച സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സാധനം, കുറച്ച് നട്ട്സ് കഴിക്കുക. ഇല്ലെങ്കിൽ ഹോൾ വീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, നുറുങ്ങ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ കടികൾ ഉണ്ടാക്കുക. കടികൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റീം ചെയ്ത് ഉണ്ടാക്കുക. എയർ ഫ്രയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇപ്പോൾ വാങ്ങാൻ കിട്ടാണ്ട്. അതിൽ എണ്ണയൊന്നും തേക്കാതെ, എണ്ണ ഉപയോഗിക്കാതെ ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവമാണ്. അതിനകത്ത് എണ്ണയിൽ മുക്കി പൊരിച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ കഴിച്ചു നോക്കി. എന്നാലും നമുക്ക് എണ്ണ ഇല്ലാതെ ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സമൂസ ആയാലും കട്ട്ലേറ്റ് ആയാലും ഈ പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട, എന്തൊക്കെ ഫ്രൈ ഐറ്റംസ് ഉണ്ടെങ്കിലും എയർ ഫ്രയറിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനാണ്. ഇനി അഥവാ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ നോൺ സ്റ്റിക്കിൽ വളരെ മിനിമം എണ്ണ ഇട്ടിട്ട് ജസ്റ്റ് ചുട്ടെടുക്കുക. ഇല്ലെങ്കിൽ ആവിക്കിടുക, സ്റ്റീംഡ് ആയിട്ട് കഴിക്കുക. മോമോ ഒക്കെ ഉണ്ടാക്കാം. അത് നമുക്ക് റൈസ് അല്ലാതെ തന്നെ നമുക്ക് വേറെ രീതിയിലും ഹെൽത്തി ആയിട്ടുള്ള മോമോ ഉണ്ടാക്കാം. വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം, ചിക്കൻ സൂപ്പ് കഴിക്കാം, മഷ്റൂം സൂപ്പ്, ഇങ്ങനെയുള്ള സൂപ്പ്സ് കുടിക്കുക. സൂപ്പിനകത്ത് നമുക്ക് കുറച്ച് കാലോറി ഉണ്ടാവും, ഹെൽത്തി ആയിരിക്കും. ആസ് ലോങ് ആസ് എത്ര ഫ്രൈഡ് ഐറ്റംസ് എത്ര ഒഴിവാക്കുന്നോ, ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കുള്ളത് ഗ്യാസ്ട്രൈറ്റിസ് ഒഴിവായി. ഈ നോമ്പ് തുറന്ന ഉടനെ തന്നെ ഈ എണ്ണയിൽ മുക്കിപ്പൊരിച്ച സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഒരു 9 മണിയാകുമ്പോൾ തറാവി കഴിഞ്ഞ ഉടനെ കാഷ്വാലിറ്റിയിൽ ആളെത്തിയിട്ടുണ്ടാവും. ഗ്യാസ് കയറിയിട്ട് നെഞ്ചുവേനയായിട്ട് വീട്ടുകാർ വെപ്രളപ്പെട്ട് ആദ്യത്തെ ഒരു 5-6 ദിവസം എന്തായാലും മിക്ക കേസും വരാൻ സാധ്യതയുള്ളത്. കാരണം ഇവരിതെല്ലാം കൂടെ ഒരുമിച്ചാണ് കഴിയും. ബോഡി സെറ്റായിട്ടില്ല. നോമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നോമ്പ് തുടങ്ങിയിട്ട് ഒരു 5-6 ദിവസം നോമ്പ് എടുക്കുമ്പോഴാണ് നമ്മുടെ ബോഡി ഈ ഒരു പുതിയ സർക്കാഡിയൻ ഋതുവായിട്ട് സെറ്റാവും. അപ്പോൾ സർക്കാഡിയൻ ഋതം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ബയോളജിക്കൽ ക്ലോക്കാണ്. അത് നമ്മൾ ഇത്ര മണിക്ക് ആഹാരം കഴിക്കുന്നു, ഇത്ര മണിക്ക് ഉറങ്ങുന്നു, ഇത്ര മണിക്ക് കുളിക്കുന്നു, ഇത്ര മണിക്ക് വയറ്റിൽ നിന്ന് പോകുന്നു, നമ്മുടെ ബോഡി സെറ്റാക്കി വെച്ചിരിക്കുക സർക്കാഡിയൻ ഋതം. നോമ്പ് കാലത്ത് എന്താവും? അത് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ ഭക്ഷണത്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ആയ സമയത്ത് കുറേ അസിഡിറ്റി ഉള്ള, കുറേ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, കുറേ ഹൈ കാലറി ഫുഡ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും ഗ്യാസ് വരും, ഛർദ്ദിക്കും, വയറുവേദന വരും. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇത്രയും എംപ്റ്റി ആയ വയറ്റിലോട്ട് കൊടുക്കേണ്ട സാധനം വളരെ മൈൽഡായിട്ടുള്ള സാധനമാണ്. പിന്നെ ഒരു നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ സാധനമാണ് തൈര്. കേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വളരെ ബോഡിക്ക് വളരെ നല്ലതാണ്.
അപ്പോൾ തൈര് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തൈര് വടയോ അല്ലെങ്കിൽ തൈര് നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെറുപയർ മുളപ്പിച്ചിട്ട് തൈരിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. കടല മുളപ്പിക്കുക, സ്പ്രൗട്ട് ചെയ്യുക, എന്നിട്ട് തൈരിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ മില്ലറ്റ്സ് ഉണ്ട്. മില്ലറ്റ്സ് വളരെ നല്ല ഓപ്ഷനാണ്. റൈസിനേക്കാളും വീറ്റിനേക്കാളും ഒക്കെ മൈദയൊക്കെ കഴിക്കണേക്കാളും എത്രയോ നല്ല ഓപ്ഷനാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ധാന്യങ്ങൾ ജൗഹർ, ബാജ്ര, റാഗി, തനേരി, ചണ, ചാമ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ ധാരാളം യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇത് മില്ലറ്റ്സ് വളരെ നല്ലതാണെന്നും അത് ബോഡിക്ക് കുറച്ചുകൂടി ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണെന്നും അത് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണെന്നും നമ്മുടെ ബോഡിക്ക് വിശപ്പ് പെട്ടെന്ന് മാറി കിട്ടും. മറ്റേ റൈസ് നമ്മൾ കുറേ കഴിക്കും, എന്നിട്ടാണ് നമുക്കൊരു ഫില്ലിംഗ് സെൻസേഷൻ കിട്ടുക. മാത്രമല്ല റൈസ് നമ്മൾ പെട്ടെന്ന് ഡൈജസ്റ്റായി പോവുകയും ചെയ്യും. മില്ലറ്റ്സ് കുറച്ചും കൂടി കൂടുതൽ സമയമെടുക്കും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ചുകൂടി സമയം നമുക്കുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിശക്കില്ല, പിന്നെ സേഫാണ്, ഹെൽത്തിയാണ്. അപ്പോൾ മില്ലറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഈ റംസാനിൽ ഗവേഷണം ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പുതിയ പുതിയ ഐറ്റംസ് യൂട്യൂബിലിട്ടോളൂ. അപ്പോൾ അത് ഹെൽത്തി ആയിരിക്കും. പിന്നെ വരുന്നത് മരുന്നുകളാണ്. രോഗികൾക്ക് ഭക്ഷണത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നല്ലോ. പുലർച്ചയ്ക്ക് എണീക്കുമ്പോൾ എന്തായാലും പ്രോട്ടീൻ വേണം. ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ മില്ലറ്റ്സ് എന്ന് പറയുന്നു, പ്രോട്ടീനിന് വേണ്ടിയിട്ട് എഗ്ഗ് പറയുന്നു, ചിക്കൻ്റെ മീറ്റി പാർട്ട് മാത്രം ഇട്ടിട്ടുള്ള ചിക്കൻ പറയുന്നു, ഫിഷ് വേണമെങ്കിൽ ഫിഷ് കഴിക്കാം. പക്ഷേ ഇതിലൊന്നും മുളകരച്ച് വറ്റിച്ച് വറുത്ത് പൊരിച്ചെടുത്ത സാധനങ്ങളൊന്നും തിന്നരുത്. ഫ്രൈ ചെയ്ത് മീൻ കുറേ മസാല ഇട്ടിട്ട് പൊരിച്ചെടുത്ത സാധനമൊക്കെ ഒഴിവാക്കുക. പിന്നെ പൊറോട്ട, നെയ്ച്ചോറ്, ബിരിയാണി, ഷവർമ, ഷവായി, ഫഹമ്, ബ്രോസ്റ്റ്, ഗ്രില്ല്, മന്തി, മജ്മൂസ്, കബ്സ, സുർബിയാനി എന്നിങ്ങനെ പല ഐറ്റംസും പുതുതായിട്ട് കേരളത്തിൽ ഇറക്കുമതി ചെയ്യപ്പെട്ട ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ വളരെ ഓയിൽ കണ്ടൻറ്റ് ഹൈ ഉള്ളതും ഹൈ കാലറി ഉള്ളതുമായ ഫുഡാണ്. കൂടുതലും ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് അവോയ്ഡ് ചെയ്യുന്നതാണ്, ഒഴിവാക്കുന്നതാണ് അത്രയും നല്ലത്. പിന്നെ നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് നോമ്പ് തുറ. നോമ്പ് തുറയ്ക്ക് നമ്മൾ എന്തായാലും പോയേ പറ്റൂ. പല വീടുകളിലും പല സൽക്കാരങ്ങളും പല ഫംഗ്ഷനും ഉണ്ടാവും. ഒഴിച്ചുകൂടാനാവാത്ത പല പരിപാടികളിലും നമ്മൾ നോമ്പ് തുറ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ വീട്ടിൽ വെച്ച് ഇത്രയും കൺട്രോൾ ചെയ്ത് പഠിച്ച് നമ്മൾ ശ്രദ്ധിച്ച് പോയതൊക്കെ തെറ്റും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ ചെയ്യണം, നമ്മൾ ഉദ്ദേശിച്ച ഫുഡൊന്നും ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. അവിടെ സാധാരണ എല്ലാവരും കഴിക്കുന്ന ഐറ്റംസ്, അവിടെ നമ്മൾ നമ്മുടെ പോർഷൻ കൺട്രോൾ ചെയ്യാം. നമ്മൾ ഒരു 2-3 ഉഴുന്നുവട കഴിക്കുന്ന സ്ഥലത്തില്ലെങ്കിൽ ഒരു സമൂസ മാത്രം കഴിക്കുക. പിന്നെ അവിടെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫ്രൂട്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. വെള്ളം മാത്രം കുടിക്കുക. അവിടെ ജ്യൂസും ഷർബത്തും മറ്റേ എന്താ പറയുക സ്വീറ്റ്സ്, പായസമോ ജിലേബി അങ്ങനെയുള്ള സ്വീറ്റ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് വെക്കും. നമ്മളതൊന്നും കഴിക്കാതെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സാലഡ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുക. അതിനുശേഷം പിന്നെ അവർ ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനത്തെയൊക്കെ ഐറ്റം വരും. അപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ കിട്ടില്ല, നോമ്പെടുത്തിരിക്കുകയാണ്, വിശന്നിരിക്കുകയല്ലേ. അപ്പോൾ അതിലും വളരെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ കഴിക്കുക. അതിൽ പീസ് കൂടുതൽ എടുക്കുക. ചിക്കൻ്റെ പീസ് പ്രോട്ടീനാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് 2-3 പീസ്, ഫ്രൈ പീസ് അല്ലാത്ത കറിയിലുള്ള പീസ് മാത്രം എടുത്ത് കഴിക്കുക. എന്നിട്ട് റൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സമയത്ത് നമ്മൾ കൺട്രോൾ വിടാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അവിടെ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് മാക്സിമം നമ്മുടെ ഡയറ്റ് ഈ പറഞ്ഞ പോലെ കൺട്രോളാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ രോഗികൾ ഈ അസുഖങ്ങളും മരുന്നുകളും ഒക്കെ പ്രമേഹത്തിന്, ഷുഗറിന്, കൊളസ്ട്രോളിന്, ഹാർട്ടിനുള്ള മരുന്നുകൾ കഴിക്കണം. മരുന്ന് നിർത്തിക്കളയരുത്. നോമ്പാണല്ലോ, അപ്പോൾ എനിക്കിനിയിപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇൻസുലിൻ വെക്കുന്നത്? വൈകുന്നേരം ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ഫുൾ ഡേത്തെ ഇൻസുലിൻ കൂടി ഒരുമിച്ച് അങ്ങ് വൈകുന്നേരം വെച്ചോളാം എന്നൊന്നും വിചാരിക്കരുത്. അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ ഷുഗർ വീട്ടിൽ നിന്ന് മോണിറ്റർ ചെയ്യണം. അതനുസരിച്ചിട്ട് അതിൻ്റെ ഡോസ് എങ്ങനെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു തരും. അതുപ്രകാരം നിങ്ങൾ മരുന്നുകളും ടാബ്ലറ്റ്സൊക്കെ കണ്ടിന്യൂ ചെയ്യുക. പ്രഷറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ലോ ബി പി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ബി പിയുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി നിർബന്ധമായും കണ്ട് പരിശോധിപ്പിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിർണ്ണയിക്കേണ്ടതാണ്, തിട്ടപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യപരമായ ഒരു റംസാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിക്കുന്നു. താങ്ക് യു, നന്ദി, നമസ്കാരം.